പനി വന്നാലുള്ള അവസ്ഥ അറിയാലോ. സാരമില്ല മോളെ. എത്ര പറഞ്ഞാലും മനസ്സിലാവൂല അച്ഛന്. അച്ഛാ, ഞാൻ പറഞ്ഞ നോട്ട് ബുക്ക് വാങ്ങീനാ? കച്ചവടമൊന്നും നടന്നില്ല മോളെ. ഉള്ള പൈസേനെ കൊണ്ട് കടയിലേക്ക് പോകുമ്പോൾക്ക് കട പൂട്ടുകയും ചെയ്ത്. അച്ഛൻ നാളെ എന്തായാലും മോക്കമായി തരാം. അല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാ, ലോട്ടറി ടിക്കറ്റ് പോലെ നാളാന്ന് പറയേ ഉള്ളൂ. അച്ഛാ, കഞ്ഞി അടിക്കട്ടെ? ആ, മോള് കുടിച്ചാ? ആ അച്ഛാ, ഞാൻ കഴിച്ചു. മോളെ, അച്ഛൻ്റെ ചങ്ങായി ഒരു ഫോണ് തരാമെന്ന് പറഞ്ഞേനും അതാ അച്ഛൻ രാവിലെ അങ്ങോട്ട് പോയി. പക്ഷെ ചങ്ങായിനെ കണ്ടില്ല മോളെ, അതുകൊണ്ടാ ഒന്നും വാങ്ങാണ്ട് വന്നു. ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ, ഈ മഴ മുഴുവനും കൊള്ളേണ്ട വലിയ കാര്യമുണ്ട് അച്ഛന്. 3-4 ദിവസമായില്ലേ എൻ്റെ മക്കളെ പഠിപ്പ് തുടങ്ങിയിട്ട്. അച്ഛൻ നാളെ എന്തായാലും ഒരു വഴി കാണും. മോളെ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ്, കേട്ടാലോ? ശരി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി ജയിലിൽ കിടക്കും പോലെയാ ഇവിടെ കുറച്ച് ദിവസമായിട്ട് കഴിയുന്നത്. നിങ്ങൾ ടിവിയുടെ ബോളും കുറച്ച് വെച്ചോ മക്കളെ. എടി, നിങ്ങൾക്ക് കേൾക്കാൻ മാത്രം വെച്ചാ പോരെ, ഒന്ന് ബോളും കുറയ്ക്ക്. എന്തിനാ പ്രസാദേട്ട കുട്ടികളോട് ഇങ്ങനെ ചൂടാവുന്നേ? പിന്നെ ഈ വീട്ടിൽ കേൾക്കാൻ മാത്രം വെച്ചാ പോരെ, മറ്റുള്ളവരെ കേൾപ്പിക്കണോ? പറഞ്ഞ അനുസരിച്ചൂടെ? കുറെ നേരമായി മനുഷ്യൻ ഇവിടെ. അച്ഛാ, അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾക്കും കേൾക്കാൻ വേണ്ടിയാ വോളിയം കൂട്ടി വെച്ചത്. അവർക്കും കൂടി പഠിക്കണ്ടേ അച്ഛാ? അതിനെന്താ പ്രശ്നം? അവർക്കൂടെ വരാലോ. അച്ഛൻ ക്വാറന്റൈനിൽ നിൽക്കുമ്പോ അവരെ ഇങ്ങോട്ടേക്ക് എങ്ങനെയാ വിളിക്കുക? നല്ല ആളാ അച്ഛൻ. ഓ സോറി മോളെ. മോളൊരു കാര്യം ചെയ്യും, ഫോണും ടേബൊക്കെ ആയിട്ട് 2-3 ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും എടുത്ത് അവർക്ക് കൊടുത്തൂടെ? നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഈ സമയത്ത് അവർ വാങ്ങിയില്ലെങ്കിൽ നമുക്കൊരു വിഷമമല്ലേ ചേട്ടാ? മതി, ഇനി ടിവിയുടെ വോളിയം കൂട്ടി വെക്കണ്ട. ജിഗേഷേ. ആ ഓക്കെ ഓക്കെ, അതേ ചെയ്തു കൊടുക്കാം. ആ
ആ മോളെ എന്താ അങ്കിളെ? ഏച്ചി അച്ഛനില്ലേ ഇവിടെ? ഇല്ല. ഈ ടി വി അപ്പുറത്തെ വീട്ടിലെ പ്രസാദ് സാർ തന്നാ കേട്ടോ. നന്നായി പഠിക്കണേ. സന്തോഷായില്ലേ?